കലിംഗ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിത് ഇവിടെ കാണിച്ചു തരാൻ പോണത് ഒരു സൈഡ് സ്ലിറ്റ് ടോപ്പ് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ്. ഇനി ടോപ്പ് തയ്ക്കാൻ അറിയാൻ പാടില്ല എന്ന് ആരും പറയരുത്. ഇതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തരാൻ പോണത്. എല്ലാവരും ഇത് കണ്ട് ടോപ്പൊക്കെ തയ്ച്ചിടാൻ നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ടോപ്പിന് വേണ്ട ലെങ്ത്ത് 45 വേണ്ടത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ അടയാളപ്പെടുത്തുമ്പോൾ 45-ൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച് 43 ഇഞ്ച് മതി. കാരണം അതല്ലെങ്കിൽ ലൈനിങ് തൂങ്ങി അടിയിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് 43 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇത്രയും മതി നമുക്കിത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 45 ഇഞ്ച് തിരിച്ചടയാളപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈക്കുള്ള ലൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അടയാളപ്പെടുത്തി ഇത്രയും വേസ്റ്റായി പോകും. അപ്പോൾ ഇവിടെ നിന്ന് 43 ഇഞ്ചിലേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 43 ഇഞ്ച് അങ്ങനെയാണ് തുണി നമ്മൾ സേവ് ചെയ്ത് വെട്ടേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. ഇതിൽ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തണം. എനിക്ക് കിട്ടിയിരുന്ന ഷോൾഡർ 14 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് വേണ്ടത്. 14ൻ്റെ പകുതി 7 ഇഞ്ചാണ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഇതിൻ്റെ കൈക്കുഴി നമുക്ക് 7 ഇഞ്ച് തന്നെ താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ ചെസ്റ്റ് വരുന്നത് 32 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പം 32 ഇഞ്ച് ചെസ്റ്റിൻ്റെ കൂടെ ഇത് കറക്റ്റ് അളവാണ്. നമ്മൾ അളവെടുക്കുമ്പോൾ എടുക്കുന്ന അളവാണ് 32. ഇതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. 4 ഇഞ്ച് നമ്മുടെ ശരീരത്തിൻ്റെ ലൂസ് കൊടുക്കുന്ന അളവാണ്. മറക്കാതെ ഈ 32ൻ്റെ കൂടെ എല്ലാവരും 4 ഇഞ്ച് കൂട്ടി വേണേ വെട്ടാൻ. നിങ്ങളുടെ അളവ് 32 ആയിരിക്കില്ല, ചിലപ്പോൾ 36 ആയിരിക്കാം, 38 ആയിരിക്കാം. ആ അളവിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് 32ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 36. ഈ 36/4. അപ്പോൾ വിചാരിക്കും ഇത് ഹരിച്ചൊക്കെ എടുക്കണം എങ്ങനെയാണെന്ന്. ഞാനും വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല. അപ്പോൾ ഹരിച്ചെടുക്കാനൊക്കെ ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ നമുക്ക് നോക്കാം 36നെ എങ്ങനെ 4 ഡിവൈഡ് ചെയ്യണം. അതാണ് 4 കൊണ്ട് ഹരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 36 നമ്മുടെ കയ്യിലിരിക്കുന്ന ടേപ്പ് ഇതിങ്ങനെ മടക്കി വെക്കുക. കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാപ്പാടം പഠിക്കും നമ്മൾ. 36ന് ഇങ്ങനെ കറക്റ്റ് 36ൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരിക. ഇതിൻ്റെ സെൻറ്റർ 18 ഇഞ്ചാണ് നമുക്ക് സെൻറ്റർ കിട്ടുന്നത്. അതിനെ ഒന്നും കൂടി മടക്കുക. 4 മടക്കണമല്ലോ. ഇത് ഇത്രയും കാര്യമുള്ളൂന്നേ. 9 ഇഞ്ചിൽ നമുക്ക് കിട്ടി. 9 ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇത് എൻ്റെ കസ്റ്റമറിൻ്റെയാണ്. ഞാനിത് മാച്ച് കളയും കേട്ടോ. നമുക്കിവിടെ 9 ഇഞ്ച് ഇതിങ്ങനെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാൻ മറക്കരുത്. 1.5 ഇഞ്ച് ഇങ്ങനെ തയ്യൽത്തുമ്പ് ഇട്ടു. അതിനുശേഷം നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം. കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ നമ്മളൊരു ഏകദേശം 1.5 ഇഞ്ച് ഇതിങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഞാനൊന്നും ഇങ്ങനെ 1.5 ഇഞ്ചൊന്നും എടുക്കാറില്ല. ഞാനിങ്ങനെ എന്നിട്ട് ഇവിടെ ഇതിൻ്റെ പകുതിയിൽ ഞങ്ങൾ ഇതേ ഉള്ളൂ. ഇപ്പം നമുക്ക് 7 ഇഞ്ചാണ്. അപ്പം 3.25 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യണേ. 1.25 മതി. ചെറിയൊരു പെൺകുട്ടിയുടെ അളവാണ്. അപ്പം നമുക്കൊരു 1.25 മതി. 1.5 വേണ്ട, 1.25. കാരണം ചെസ്റ്റ് സൈസ് 9 ഇഞ്ചല്ലേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് ഷേപ്പിൻ്റെ ലെങ്ത്താണ്. ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്കിവിടെ ഷോൾഡർ 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്ച്ചു പോകാനായിട്ട് പോകും. ആ 1/2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അതിന് ശേഷം ടേപ്പ് അവിടെ വെച്ച് താഴത്തോട്ട് നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് കിട്ടിയിരുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിലേക്ക് ഇതിങ്ങനെ അടയാളപ്പെടുത്തണം. ഇതിങ്ങനെ ടേപ്പ് വച്ചേക്കാണ്. അപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മുടെ സ്ലിറ്റിൻ്റെ പണി. കാരണം 2 പ്രാവശ്യം ടേപ്പ് വെച്ച അളവെടുക്കേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഒറ്റ പ്രാവശ്യം പണി തീർക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എനിക്ക് 20 ഇഞ്ചാണ് വരുന്നത്. 20 ഇഞ്ചിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇതും അടയാളപ്പെടുത്തി. ഇനി ഷേപ്പിൻ്റെ കൂടെ ഷേപ്പ് എനിക്ക് കിട്ടിയേക്കുന്നത് ആളുടെ ശരീരത്തിൻ്റെ കൂടെ 26.5 എനിക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയാൽ മതി. നമ്മൾ ചെസ്റ്റിന് മാത്രമാണ് 4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. ഷേപ്പ് വരുമ്പോൾ 3 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 29.5. ഇനി 29.5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഇനി അറിയാൻ പാടില്ലാത്തവർ വീണ്ടും ഇതെങ്ങനെ എടുക്കുക. 29.5 ഇവിടെ ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം നമുക്ക് 14.25 കിട്ടിയേക്കുന്നത്. മടക്കുമ്പോൾ വീണ്ടും ഒരു മടക്കും കൂടി മടക്കണം. അപ്പം നമുക്ക് കിട്ടുന്നത്
7.25 ഒരു പോയിൻറ്റുമാണ്. അപ്പം നമ്മളിവിടെ അടയാളപ്പെടുത്തണം 7.25 ഒരു പോയിൻറ്റും. ഇവിടെ 7.25 ഒരു പോയിൻറ്റും അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ വീണ്ടും 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം. വീണ്ടും നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 20 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് വണ്ണം നമ്മൾ എടുത്തേക്കുന്നത് 34 ശരീരത്തിൻ്റെ വണ്ണം എടുത്തതാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടി കൂട്ടി കഴിയുമ്പോൾ 36. 36ൻ്റെ 4 നമ്മൾ ജസ്റ്റ് നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടായി 9. ആ 9ൻ്റെ കൂടെ മനസ്സിലായെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ലിറ്റിൻ്റെ വണ്ണം നമ്മൾ ശരീരത്തിൽ എടുത്തേക്കുന്നത് 34 ഇഞ്ച്. ഇവിടെ 34 ഇഞ്ചാണ് എനിക്ക് ശരീരത്തിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ചാണ് ഞാൻ ചേർത്തത്. കാരണം വണ്ണം കുറഞ്ഞ കുട്ടിയാണ്, അതുതന്നെ ഒരുപാട് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, 2 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി അതിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ആ കറക്റ്റ് അളവ് തന്നെയായിരിക്കും നമ്മുടെ സ്ലിറ്റിന് എടുത്താലും കറക്റ്റായിരിക്കും. ഇത് കണക്കാണ്. കണക്ക് പറഞ്ഞു തരുമ്പോൾ ഇതും കൂടി പറഞ്ഞു തരണമല്ലോ. 34 നമുക്ക് കറക്റ്റ് കിട്ടിയ അളവിനോട് 2 കൂട്ടിയ 36 അതിൻ്റെ ഇത് കിട്ടിയത് 36. ആ 36നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ച് നമുക്കിവിടെ ഇത് ചെയ്താൽ കറക്റ്റായിരിക്കും സ്ലിറ്റിൻ്റെ വണ്ണം. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും 1.5 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂട്ടിയത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ലിറ്റ് മടക്കി അടിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ കറക്റ്റ് 1 ഇഞ്ച് കൂട്ടുക. ഇതിന് ശേഷം നമ്മൾ അടിവണ്ണം ഇവിടെ കൊടുക്കേണ്ടത് നമുക്കിവിടെ 9 ഇഞ്ചാണ് കൂട്ടിയത്. 1 ഇഞ്ച് കൂട്ടി 10 ഇഞ്ചിലാണ് ഞാനിവിടെ അടിവണ്ണം. സ്ലിറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയാണ് നമ്മളിവിടെ അടിവണ്ണം മാർക്ക് ചെയ്യേണ്ടത്. അവിടെയും 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കണം. സ്ലിറ്റിനേക്കാളും 1 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ അടിയിലെ വണ്ണം അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൊടുക്കണം. ഇനി മനസ്സിലായില്ല എന്ന് ആരും പറയരുതേ. എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ വരുന്നത്, അതിൻ്റേതായ ചെറിയ പരിഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ എനിക്കും തരണേ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി. ഇത് നമുക്ക് തയ്ച്ചു പോകേണ്ട വരെയാണ് ഈ ആദ്യം അടയാളപ്പെടുത്തിയത്. വെട്ടി പോകേണ്ട വരെയാണ് രണ്ടാമത് അടയാളപ്പെടുത്തിയത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടാത്ത ആൾക്കാർക്ക് ഇതൊന്ന് പഠിച്ചെടുക്കാനാണ്. കാരണം പഠിച്ചെടുത്താൽ നമ്മൾ സ്വന്തമായിട്ട് ചുരിദാർ തയ്ക്കാൻ നമ്മൾ വേറെ എങ്ങും കൊണ്ടുപോകണ്ട എന്നും പറഞ്ഞാൽ എല്ലാവരും വീട്ടിലിരുന്ന് ചുരിദാർ തയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള തയ്യൽക്കാരെന്ത് ചെയ്യും? എന്നാലും പഠിച്ചിരിക്കണം, നല്ലതല്ലേ? നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ അടയാളപ്പെടുത്തി നമുക്ക് കൈ എങ്ങനെയാണ് വെട്ടണമെന്ന് നോക്കാം. ആ കുട്ടിക്ക് 2 ഇഞ്ച് കൈ മതി എന്ന് പറഞ്ഞാണ്. ഇറക്കം 2 ഇഞ്ചിൽ മതി, എന്നിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒക്കെ നേരെ ഇട്ടതിന് ശേഷം വേണം കൈ വെട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ കീറി ഇറങ്ങിയൊക്കെ ഇരിക്കും. എപ്പോഴും ചുളിഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ തേച്ചിട്ട് വേണം നമ്മൾ വെട്ടാനെടുക്കാൻ. ഇതിപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, ഇന്നലെ മേടിച്ചു നിന്ന് വലിയ പ്രശ്നമില്ലാത്ത തുണിയായിരുന്നു, ചുളിവൊന്നും അധികമില്ല. അപ്പം നമുക്ക് നമ്മുടെ കൈയുടെ ലെങ്ത്ത് 2 ഇഞ്ചാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ അടിച്ചു പോകാനും 1/2 ഇഞ്ച് ഫ്രില്ലിനും കൂടി നമ്മൾ 3 ഇഞ്ച് കൊടുക്കുകയാണ്. ഈ അടിയിൽ ഇങ്ങനെ ഫ്രില്ലിങ്ങനെ അടിച്ചു പോകണം. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് 3 ഇഞ്ചിൽ അടിച്ചു പോവാണ്. 2 ഇഞ്ച് ഇതിൻ്റെയും 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് നമുക്കിവിടെ ഫ്രില്ലടിക്കാനുള്ളത്. ഫ്രില്ല് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് അടിക്കണവരാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 3.5 ഇഞ്ചിലിട്ടേക്കാം. നമുക്കൊരു അടിയിൽ മടക്കി കൊടുക്കാം. അതിന് ശേഷം ആളുടെ
ഹാൻഡിൻ്റെ വണ്ണം, മുകളിലെ വണ്ണം വരുന്നത് 14.5 അപ്പോൾ ഈ നമ്മുടെ ആം ഹോൾ 14 വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി കൂട്ടും 15.5. അപ്പോൾ 15.5-നെ 2 അപ്പോൾ ഈ തുണി നമ്മൾ 2 മടക്കിയിട്ടാണ്. അപ്പോൾ 15.5-യുടെ പകുതി. അപ്പോൾ ഇതെങ്ങനെ നോക്കുക, 7.25. ഇനി 15.5-യുടെ പകുതി അറിയാൻ പാടാത്തവർ ഇങ്ങനെ നോക്കിയിട്ട് 7.25 അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നിന്ന് 7.25 ഇതിവിടെ അടയാളപ്പെടുത്തി. അത് ഇത്രയും താത്തി അടയാളപ്പെടുത്തണേന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞ ഒരാളാണ്. ഒരു 2.25 ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കാണ് കൊടുക്കുന്നത്. നമ്മൾ കൈ വെട്ടുമ്പോൾ കൈയുടെ കുഴി വരുന്ന ഭാഗമാണ്. അപ്പം 7.25 ഞാനിവിടെ അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അതിനുശേഷം ആൾക്ക് അടിയിൽ വരുന്ന വണ്ണം 11 ഇഞ്ചാണ്. 11 കഴിയുമ്പോൾ 5.5 5 10 ആണെങ്കിൽ 5.5 11 പകുതിയല്ലേ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ 1.5 ഇഞ്ച് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൈ അടയാളപ്പെടുത്തണം. ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൈ അടയാളപ്പെടുത്തണം. ശേഷം ഇത് വെട്ടിയെടുക്കുക. ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് നല്ല തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ തുണി എടുത്തിട്ടുണ്ട്. നല്ല തുണി എടുത്ത് 2 ആദ്യം ഇങ്ങനെ മടക്കണം. മടക്കിയതിന് ശേഷം നമ്മളിത് 4 ഇങ്ങനെ മടക്കിയിടണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയ കൈക്കൊക്കെയുള്ള 3/4 ഇതൊക്കെ വേണമെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കാൻ പഠിക്കണം. അതായത് നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് വെട്ടിക്കളയേണ്ട കാര്യമില്ല. തുണി എടുക്കുക, ഇട്ടാൽ അതിന് ശേഷം നമ്മുടെ ആൾക്ക് വണ്ണം തീരെ കുറവായതുകൊണ്ട് നമുക്കതിങ്ങനെ എന്നിട്ടും ബാലൻസ് ഉണ്ട് അവിടെ. ഈ തുണി അടിയിൽ നീങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വെട്ടാനെടുക്കാൻ, അല്ലെങ്കിൽ കുറഞ്ഞു. നേരക്കിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഈ തുണി കുറച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കാരണം എന്താ പറയുമോ, നമുക്ക് എന്തെങ്കിലും ഒരു അകത്തുനിന്ന് നമ്മൾ തുണികൾ ഇച്ചിരി മിസ്റ്റേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് കട്ട് ചെയ്യാമല്ലോ. തുണി ഉള്ളിപ്പം നമ്മളൊരു ഇച്ചിരി ഇത്ര തുണി ബാലൻസ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് നീക്കിയിട്ട് കട്ട് ചെയ്യണം. തുണി വേസ്റ്റാക്കി കളയണതല്ല കേട്ടോ. കാരണം നമ്മുടെ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് അകത്തുനിന്ന് ഒരു അല്പം നീങ്ങിപ്പോരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നൊക്കെ ചെയ്ത് കുത്തണം. ഇത് നമ്മൾ വെട്ടിയെടുത്തു. പിന്നെ നമുക്ക് കൈയുടെ വെട്ടിയെടുക്കും. കൈ വെട്ടിയെടുക്കാമാണ്. അപ്പോൾ കൈ ഇതിൻ്റെ മേളിലേക്ക് ഇട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇതൊരു കയറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസ് വെട്ടിയെടുക്കണം അതിനകത്തുനിന്ന്. കാരണം കൈക്ക് താഴെ ഫില്ല് പറഞ്ഞിട്ടുണ്ട്, ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 പീസ് ഞാനിങ്ങനെ മടക്കിയിട്ടുണ്ട്. താഴെ ഇങ്ങനെ മടക്കിയിട്ടുള്ള ഫില്ല് ചെയ്യാൻ നോക്കാം. കാരണം ഇങ്ങനത്തെ തുണിയാകുമ്പോൾ ഒരു 20 നമുക്ക് കൈയുടെ അടിയിലെ വണ്ണം 11 ആണ്. അപ്പോൾ നമ്മളൊരു
22 ഇഞ്ച് നീളത്തിലാണ്, 22-23 ഇഞ്ച് നീളത്തിലൊരു ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രില്ലടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ടൈലറിങ്ങിലേക്ക് പോവാം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്യാൻവാസ് നിവർത്തിയിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നെക്ക് കട്ട് ചെയ്യണ എങ്ങനെയാണ് എന്നൊന്നും കൂടി കാണിക്കാം. നമ്മൾ നോർമലി നെക്കിൻ്റെ അളവ് എടുക്കുന്നത് ഒരു 6 ഇഞ്ചൊക്കെയാണ്. അപ്പോൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഷോൾഡർ 14 ഇഞ്ചുള്ള ആളാണ്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് ഒരു 3 ഇഞ്ച് 14 ഇഞ്ചുള്ള ആളാണ്. നെക്കിൻ്റെ വൈഡ് ഒരു 3 ഇഞ്ച്. ആൾക്ക് ഇവിടെ ഒരു 2.25 അല്ലെങ്കിൽ 2.5 എടുത്താലും മതി. 2.5 ഒരു പോയിൻറ്റ് 2.25 എടുത്തു. കാരണം നമ്മൾ ചതുരക്കഴുത്താണ് വയ്ക്കുന്നത്. അപ്പം 3 ഇഞ്ച് ഇവിടെ 2.25 മതി. ഒരു പോയിൻറ്റ് കുറച്ച് കിട്ടണം. ഇങ്ങനൊരു ചെരുവുണ്ടാവും. എന്നാലാണ് അത് കറക്റ്റായിട്ട് വൈഡായിട്ട് പോവാതെ കഴുത്തിൽ ഒതുങ്ങി നിൽക്കും. നമ്മളപ്പോൾ അടിയിലും ഇങ്ങനൊരു മാർക്ക് ചെയ്യുക ക്യാൻവാസ് പേപ്പറിൽ. അതിന് ശേഷം ഇതിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ആദ്യം ഈ പുറത്തേക്കടെയുള്ള വരയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പുറത്തേക്കടെ വരയ്ക്കുന്ന ആ ഭാഗം കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പം നെക്കിൻ്റെ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് സ്ക്വയർ. ബാക്കിലേക്ക് നമുക്ക് യൂനെക്കാണ് വേണ്ടത്. ആൾ സിബൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞത്. സിബ് വെക്കേണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു 3 ഇഞ്ച് സൈഡ് മാർക്ക് ചെയ്യുക. ഒരു 4 ഇഞ്ചിലൊക്കെ മതി ഇറക്കം നെക്കിൻ്റെ. 3.5 ഇഞ്ചൊക്കെ വെച്ചാലും മതി. ഞാൻ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് 1/2 ഇഞ്ച് ഇവിടെ പോകുമ്പോൾ കറക്റ്റ് 3.5 കിട്ടും. എന്നിട്ട് നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്ത് ഈ യു ഒന്നും കൈ കൊണ്ട് പിടിയുന്ന ചെയ്യുന്ന ആൾക്കാർക്ക് വേഗമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ കർവ് വെച്ച് ആംഫോൾ കർവ് എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് വരയ്ക്കുകയാണെങ്കിൽ വേഗം യു ഷേപ്പായി കിട്ടും. അതിന് ശേഷം ഇങ്ങനെ വെട്ടിയെടുത്തു. ഈ യൂനക്ക് കിട്ടിയിട്ടാ. ഇനി ഇത് നമ്മളൊരു പേപ്പറിൽ ഒട്ടിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. എവിടെ കൊള്ളനെ നോക്കിയതാണ്. ക്യാൻവാസിൻ്റെ പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടെ തുണിയൊന്നും ചുളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുളിവൊക്കെ മാറ്റിയിട്ട് വേണം ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ. നമ്മുടെ ഈ ഇതിന് തിളങ്ങണ ഒരു വശമുണ്ട്. ആ വശമാണ് നമ്മൾ അടിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് തേച്ച് കൊടുക്കട്ടെ. ഇതിങ്ങനെ വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് നമുക്ക് 6 ഇഞ്ച് കഴുത്താണ് വേണ്ടത്. അപ്പോൾ അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ
ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മാർക്കൊന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇവിടെ തന്നെ പിന്നൊരു യൂണിക്ക് കൂടി ബാക്കിൽ അതുപോലെ തന്നെ ഗിൽറ്റുള്ള വശം അടിയിലേക്ക് വെച്ച് ബാക്ക് നെക്ക് കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു. നമുക്ക് നെക്കടിച്ച് മറക്കണയൊക്കെ കാണാം, തയ്ക്കണ കാണാം കേട്ടോ. ഇതിലൊരു 4 ഇഞ്ച് ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിങ്ങനെ വെട്ടിയിടുന്നു. അതിന് ശേഷം ഓക്കെ, തയ്ച്ചിട്ട് വരാം. ഞാനിങ്ങനെ അടിച്ച് മറിച്ചു അപ്പോഴാണ് വീഡിയോയിൽ എടുത്തിലുള്ളതെന്ന് ഓർക്കണേ. അപ്പോൾ നമ്മൾ ബാക്കിലെ നെക്ക് ഇതുമാതിരി ഇങ്ങനെ അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ച് കഴുത്തിൽ കണ്ടോ ഇങ്ങനെ അടിച്ചിരിക്കണം. അടിച്ചുപിടിപ്പിച്ചു. ഇതങ്ങനെ മാറ്റി വയ്ക്കാം നമുക്ക്. അതിന് ശേഷം നമ്മൾ കൈ അടിച്ചു പിടിക്കുകയാണ്. എല്ലാം അടിച്ചുപിടിച്ച് ഇത് മാറ്റി വെച്ചിരണം. കൈ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ബാലൻസ് തന്നെ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റാണ്. കൈയുടെ ഈ മടക്ക് വശം നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം. നമുക്കവിടെ ഫ്രില്ല് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ മടക്കി അടിച്ച് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത കൈ കൂടി അടിച്ചിട്ട് വരാം. നമുക്കിനി ലൈനിങ് മെയിൻ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ടിങ്ങനെ കറക്റ്റായിട്ടിട്ടിട്ട്
ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടായില്ല, അത് ആദ്യം ഒന്ന് മടക്കി അടിക്കുന്നതാണ്. സൈഡ് അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ 2 സൈഡ് അടിച്ചതിന് ശേഷം കൂടുതലുള്ള ഒരു അല്പം തുണി നമ്മളിങ്ങനെ കൂടുതൽ ഇട്ടുണ്ടായില്ലോ സൈഡിൽ, ഇനി അകത്തേക്കൊക്കെ കയറി മടങ്ങി എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല തുണി ഇച്ചിരി കൂടുതൽ ഇട്ട വെട്ടിയായിരുന്നു. അപ്പോൾ ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളയണം. നമ്മൾ ഫ്രണ്ടിൽ കഴുത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഷോൾഡറിൻ്റെ നടു കണ്ട് ഇങ്ങനെ ഒരു നോച്ച് ചെറുതായിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ഒട്ടിച്ച് വെച്ചേക്കുന്ന പീസ് എടുത്തിട്ട് അതും 2ആയിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഇവിടെ ഒരു നോച്ച് കൊടുക്കണം. അതിനുശേഷം അതിനുശേഷം നെക്ക് നീങ്ങി പോകാതിരിക്കാൻ നമ്മൾ ഈ നോട്ട് കൊടുത്തേണ വശത്തേയുടെ താഴത്തോട്ട് ഇങ്ങനെ ഒരു അടിപ്പ് കൊടുത്തേക്കാണ്. അതിനുശേഷം നെക്ക് നമ്മളിവിടുന്ന് സൈഡ് ചേർത്ത് നെക്ക് ഇങ്ങനെ സൈഡ് ചേർത്ത് ഇങ്ങനെ ക്യാൻവാസിൽ സൈഡ് ചേർത്ത് ഇങ്ങനെ അടിച്ച് ഇവിടെ കുത്തി നിർത്തി എന്നിട്ട് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇവിടെ കുത്തി നിർത്തണം. കോർണറിൽ കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും തിരിച്ചിടുക. ശേഷം ബാലൻസ് പീസ് സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കളയാണ്. നമ്മളൊരു 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളയാണ്. അതിനുശേഷം ഈ കോർണറിലൊക്കെ ഇങ്ങനെ വെട്ടി സൈഡ് ഇങ്ങനെ ഇതിൽ വെട്ടുകൊള്ളാതെ ഫുള്ളിങ്ങനെ വെട്ടിയിടുക. നമ്മുടെ കഴുത്ത് ഈസിയായിട്ട് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെട്ടിയിടുന്നത്. അതിനുശേഷം ഇങ്ങനെ കഴുത്ത് മറച്ചെടുക്കുക. ഞാനൊന്ന് തേച്ചിട്ട് വരട്ടെ. നമ്മളിത് തേച്ച പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കഴുത്ത് കുത്തി നിർത്തും. ശേഷം പതിച്ചടിക്കുന്നതാണ് കഴുത്ത്, ഇങ്ങനെ കമ്മിപ്പിക്കാതിരിക്കുക.
കഴുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്ത് അടിച്ചിട്ട് വരാം. ബാക്കിൽ നെക്ക് നമ്മൾ അടിച്ചത് ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ടിൻ്റെ നല്ല വശം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിന് വിട്ടേക്കുന്നത്. 1/2 ഇഞ്ച് കറക്റ്റായിട്ട് പുറത്തും അതുമാതിരി തന്നെ ഷോൾഡറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഫ്രണ്ട് നല്ല വശം കൂട്ടി വെച്ച് ഈ കഴുത്ത് നമ്മൾ ബാക്കിൻ്റെ കഴുത്തിൻ്റെ അടിച്ച് വെച്ചെടുത്ത് ഇതിനോടേക്ക് മറിച്ച് ഇടുക. അതിന് ശേഷം അരയിഞ്ചിൽ അടിച്ചെടുക്കാം. ഷോൾഡർ ഇനി നമുക്ക് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് വരട്ടെ. ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന സാധനം ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ തിരിച്ച് മറിച്ചെടുക്കും നല്ല വശം. അതിന് ശേഷം നല്ല വശത്ത് നമ്മളിങ്ങനെ പതിച്ചടിക്കാൻ കഴുത്ത് ഫ്രണ്ടിലടിച്ചാൽ തന്നെ പതിച്ചിങ്ങനെ അടിച്ച് അടിച്ചെടുത്തു. അതിന് ശേഷം കൈ പിടിപ്പിക്കാൻ പോവാണ്. കൈ നമ്മളിവിടെ അടിച്ച് സെറ്റാക്കി വെച്ചിരുന്ന കൈ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വശം ഒച്ചു കൊടുക്കാം. പിന്നെ ഒച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറി പോവാതിരിക്കാനാണ്. സെൻറ്റർ പിടിക്കുന്ന എല്ലാറ്റും കൊടുക്കാം. ഇങ്ങനെ അതിങ്ങനെ വെച്ചു നമ്മൾ അറേഞ്ച് ചെയ്ത് കൈ അടിക്കുകയാണ്. ഇനി ഇവിടെ ലോക്ക് ചെയ്തെടുക്കണം. പിന്നെ കൈയുടെ കൂടി കാണിച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തു. നമുക്കിവിടെ കൈ ഫ്രില്ല് വയ്ക്കാനാണ് വേണ്ടത്. ഞാൻ 2 പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഫ്രില്ലിട്ട് ഇതെടുത്ത് 1 ഇഞ്ച് പുറത്തേക്ക് അല്ലെങ്കിൽ 3/4 ഇഞ്ച് പുറത്തേക്ക് വരാൻ പാകത്തിന് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുകയാണ് ആ ഫ്രില്ലിൻ്റെ മേളിൽ. ബാലൻസുള്ള നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയാണ് കൈ വന്നേക്കണേ. അപ്പം നമുക്കിനി സൈഡ് കൂട്ടാനുള്ള പരിപാടി നോക്കാം. ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരട്ടെ. കൈയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമ്മളിനിയിപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ മടക്കിയിട്ടു രണ്ടായിട്ട്. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് 9 ഇഞ്ചാണ് വേണ്ടത്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ വെട്ടിയിപ്പോൾ, അതുപോലെ തന്നെ ഇവിടെ 7.25 1 ഇഞ്ചും ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടെ വണ്ണം, സ്ലിറ്റിൻ്റെ അവിടെ വണ്ണം 9 ഇഞ്ച്. ഇനി കൈയുടെ വണ്ണം വരുന്നത് നമുക്ക് 11 ഇഞ്ച് ആർന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ 5.5 മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറ സൈഡും ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കിയിട്ടിട്ട് നമ്മൾ ആദ്യം വെട്ടാൻ നേരത്ത് നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ആ മാർക്ക് ഇവിടെ ഉണ്ട്, മാർക്കുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ കൈയുടെ എടുത്ത വണ്ണം 5.5 മാർക്ക് ചെയ്തു ശേഷം നമുക്കിങ്ങനെ കൂട്ടിയടിക്കണം. 5.5 ഒക്കെ നമ്മളിങ്ങനെ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 5.5 അതേ കൈയുടെ ഇവിടെ നിന്ന് സ്ലിറ്റിൻ്റെ അവിടെ വന്ന് കുത്തി നിർത്തണം. കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് 4 ഇഞ്ച് അകലത്തിൽ വെച്ചാണ് അടിച്ചു വരാണ്. അതുപോലെ തന്നെ അപ്പുറ സൈഡ് അതുപോലെ തന്നെ അടിച്ച് 5.5 മാർക്ക് ചെയ്തതിനാൽ ചുളിവൊന്നും ഇല്ലാണ്ട് നിവർത്തിട്ടതിന് ശേഷം സ്ലിറ്റ് മടക്കി അടിക്കാം. സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിങ്ങനെ മടക്കി എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1 ഇഞ്ചാണ് വിട്ടാണ്. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം ഇങ്ങനെ മടക്കുക. വീണ്ടും 1/2 ഇഞ്ച് കൂടി ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനത്തെ തുണികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചുരുങ്ങൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പിടിച്ചടിക്കണം.
സ്ലിറ്റ് രണ്ടും ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം വിടർത്തി ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണം ഇവിടെ സ്ലിറ്റിൻ്റെ കുത്തി നിർത്താൻ. തിരിച്ചിടാനായിട്ട് തിരിച്ചിട്ടിട്ട് ഇവിടെ മടക്കിയതിന് ശേഷം ഇങ്ങനെ നിവർത്തി കുത്തി നിർത്തണം. അതിന് ശേഷം താഴത്തോട്ട് അതുപോലെ തന്നെ ഇപ്പുറ സൈഡ് അടിച്ചിട്ട് വരാം. നമ്മൾ സ്ലിറ്റിൻ്റെ ഇപ്പുറ സൈഡ് ഇങ്ങനെ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കെട്ടിട്ടിട്ട് വേണം നമ്മൾ ഇടയ്ക്ക് ഒരു കെട്ടിട്ട് കൊടുക്കണം. കാരണം അത് വിട്ടു പോകാൻ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. കളയാൻ പറ്റുമോ? അവിടെ നമ്മൾ സൈഡടിച്ച് ഇറക്കുന്ന വരണം. അതുപോലെ തന്നെ ഇപ്പുറ സൈഡും സ്വിച്ച് രണ്ടടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടി മടക്കി അടിക്കുകയാണ്. അറേഞ്ച് വെച്ച് അങ്ങനെ നമ്മുടെ ചുരിദാർ തയ്ച്ച് ഫിനിഷിങ് ആയിട്ട് ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബെൽ ബട്ടനും ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ല ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കണേ.